ഹലോ, ഇന്ന് നമുക്കൊരു ഓഫ് റൈഡ് പോകാം കേട്ടോ. എൻ്റെ സ്വന്തം വണ്ടിയിൽ സ്കൂട്ടറിൽ പോയേക്കാം. ഇത് കച്ചേരിപ്പടി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അവിടോട്ട് കണമുക്കര തിരിയുന്ന റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്ന്. പതുക്കെ സൂക്ഷിച്ചും കണ്ടും പോയാൽ വലിയ പ്രശ്നമില്ലാതെ തടി കേടാതെ അങ്ങ് ചെല്ലാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. കൊള്ളാവുന്ന കുഴി ആദ്യമേ സെലക്ട് ചെയ്ത് വെച്ചോണം. ആ കുഴിക്കകത്ത് കയറി ഇറങ്ങി പൊക്കോണം. അഗാധ ഗർത്തമാണെങ്കിൽ ഇപ്പുറത്തെ കുഴി സെലക്ട് ചെയ്യണം, എന്നിട്ട് അതുവഴി ഇറങ്ങി പൊക്കോണം. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും, മറിഞ്ഞു വീഴും. ഇനി എൻ്റെ കൊച്ചു വണ്ടി ആയതുകൊണ്ടാണ് നടത്തില്ല. സ്കൂട്ടറോ എന്തെങ്കിലും ഓട്ടോ വരുമ്പോൾ സൈഡ് മാറ്റി കൊടുത്തു അവർ പൊയ്ക്കോട്ടെ. അപ്പം നമുക്ക് വലിയ ശല്യമില്ലാതെ അങ്ങ് പോകാൻ പറ്റുമല്ലോ. ഈ റോഡ് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാണോ എന്ന് ദിവചരം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരത്തില്ലേ, പക്ഷേ ഞാൻ അവിടെ നിന്ന് നിർത്തും. എനിക്ക് പേടിയാണ്, കാരണം ഇപ്പുറത്തെ കുഴി ചാടാൻ എനിക്ക് പേടിയാണ്. ഞാൻ നേരത്തെ നോക്കി വെക്കും ഏത് കുഴിയിൽ എൻ്റെ വണ്ടി ഇറങ്ങണം, ഞാനും ഇറങ്ങണമെന്ന്. എൻ്റെ കാലൂടെ എത്തണ്ടേ, അതുവഴി കയറി ഇറങ്ങി ഞാൻ പോവും. നോക്ക്, ഞങ്ങളുടെ കനാലാണ് കേട്ടോ. വെള്ളം വിട്ടിട്ടുണ്ട്. ഇച്ചിരി വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പം ഈ സമയമാകുമ്പോഴത്തേക്ക് കനാലിൽ വെള്ളം വിടും. അപ്പോൾ അത്യാവശ്യം നമുക്ക് നനയ്ക്കാനും കുളിക്കാനും ഒക്കെ ഇവിടെ വരാം കേട്ടോ. ആഴമുണ്ട്, പരിചയമുള്ളതൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി അടുത്ത മല കയറണോ അടുത്ത മല ഇറങ്ങണോ എന്നുള്ളത് നോക്കിയിരിക്കുക ഞാൻ. കാരണം വണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ ഇറക്കത്തുള്ളൂ. കറക്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് അങ്ങനെ പോകേണ്ട ആൾക്കാരാണ് നമ്മൾ. പക്ഷേങ്കിൽ റോഡിൻ്റെ ഒരു അവസ്ഥ കാരണം നമുക്ക് സേഫായിട്ട് ഇതുവഴി പോകാൻ പറ്റുമോ അതുവഴി നമ്മൾ പോകത്തുള്ളൂ. നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അടുത്തൊരു ചേട്ടൻ വരുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെ അവിടെ കയറി ഇപ്പുറത്തെ കുഴിയിൽ ഇറങ്ങി ഇപ്പുറത്തെ കുഴി വലിയ കുഴപ്പമില്ല, അതുവഴി കയറി അങ്ങനെ അങ്ങ് പോകാൻ പറ്റും. ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ടാസ്ക് പിടിച്ച സ്ഥലം, ട്രാൻസ്ഫോമറിൻ്റെ സ്ഥലം. ഇവിടെ നമ്മൾ റോഡില്ല, അപ്പോൾ കുഴി നോക്കേണ്ട കാര്യമില്ല, റോഡേ ഇല്ല. അപ്പോൾ കല്ലുകളിങ്ങനെ കൂർത്ത കല്ലുകൾ മെറ്റലുണ്ടല്ലോ, അതിങ്ങനെ കിടക്കുക. അപ്പോൾ അതേ കയറാതെ ഒഴിഞ്ഞു മാറിയൊക്കെ പൊക്കോണം. ഇല്ലയെന്നുണ്ടെങ്കിൽ താഴെ വീഴും. രണ്ട് പ്രാവശ്യം എൻ്റെ വണ്ടി ഇങ്ങനെ പാളിയതാണ്. നമുക്ക് തന്നെ റിസ്ക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീണെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇറങ്ങി വരുമ്പോൾ ഒരുമാതിരി ഒരു അബോധാവസ്ഥയിൽ ഇങ്ങനെ പോരണോണം. എന്താ പറയുക, എന്തായാലും താഴോട്ടല്ലേ ഇറങ്ങത്തുള്ളൂ, മുകളിലോട്ട് പോകത്തില്ലല്ലോ. അങ്ങനെ ഒരു പരുവത്തിലൊക്കെ ഇങ്ങനെ ചാടി ഇറങ്ങി അങ്ങ് പൊക്കോണം. വണ്ടിയൊക്കെ വരുമ്പോൾ സൈഡ് ഒതുക്കി നിർത്തിക്കുക, അതാണ് നല്ലത്. എന്താ ഓട്ടോ പോകുന്നുണ്ടോ? എൻ്റെ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടി ഇതുപോലെ തന്നെയാണ്. കാറിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ ഇതുപോലെയൊക്കെ തന്നെ സ്ലോയിലേ പോകത്തുള്ളൂ. മിണ്ടക്കം അങ്ങ് പൊക്കോണം. കയറുന്നതാണെങ്കിലും ഇറങ്ങുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഈ ചേട്ടനാണ് ഞങ്ങളോട് പറഞ്ഞത്, ഒന്നും പേടിക്കേണ്ട മോളെ, ഇങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് പറഞ്ഞാണ്. ഇങ്ങനെ കുഴിക്കകത്ത് പോകുമ്പോൾ എൻ്റെ ദൈവമേ, ആട പോകുന്ന കാട്ടിനകത്തോട്ട്. ഇതിലും ഭേദമായിരുന്നു ഞാനല്ലേ. അയ്യോ എൻ്റെ ദൈവമേ, അങ്ങ് ചെല്ലൂ. രക്ഷപ്പെട്ടു അങ്ങ് ചെന്നു. എന്നാ ചെയ്യാനാ, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. വലിയ പാടാണ്. അടുത്ത വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, വിട്ടു പോരാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ വണ്ടി നോക്കണമല്ലോ നമുക്ക്. അടുത്തത് നമ്മുടെ മീൻകാരനാണ്. കയറി. വലിയ വണ്ടിയാണെങ്കിലും പതുക്കെ പോകത്തുള്ളൂ, നല്ല വണ്ടിയാണല്ലോ. കാരണം ഞാൻ അവൻ്റെ വണ്ടി നമ്മൾ സൂക്ഷിക്കണ്ടേ. എൻ്റെ കാറും കൊണ്ട് പോകണമെങ്കിൽ ഞാൻ മെല്ലെ പോകത്തുള്ളൂ. അത് പോയിട്ട് നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ വരാം, അല്ലെങ്കിൽ വലിയ പാടാണ്. എനിക്ക് ആ സൈഡ് ഭയങ്കര പാടാണ്, കാരണം ഭയങ്കര കല്ലുകളാണ് അപ്പുറത്തെ സൈഡിൽ. ഭയങ്കര പാടാണ് അതുവഴി വരാൻ. ചെറിയ വീലായതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഡെയിലി സ്കൂളിൽ ഇതിലും പോകുന്നതും വരുന്നതും ഒക്കെ ഈ സെയിം വഴി തന്നെയാണ്. എന്നാലും ഭയങ്കര ടെൻഷനാണ് ഇതുവഴി പോകുമ്പോൾ. രണ്ടും കൽപ്പിച്ച് അങ്ങ് പൊക്കോണം, ഇല്ലെങ്കിൽ വീണാൽ കഴിഞ്ഞു. ഇത് നമ്മുടെ വീടിന് ഇപ്പുറത്തെ ഭാഗത്ത് ഒരു കയറ്റമാണ്. കഴിഞ്ഞ മാസം ആരോ അതിനകത്ത് പോയതാണ്, കുഴിക്കകത്ത്. അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ പോകില്ലേ, രണ്ട് സൈഡ് റോഡില്ല, രണ്ട് കുഴികളാണ്. അതിന് നടുക്കൂടെ നേരെ പൊക്കോണം. അപ്പോൾ ഇനിയിപ്പം ഗൗരി ക്ഷീണിച്ചു. പിന്നെ മമ്മി ഓടിച്ചോ, ഞാൻ വണ്ടി പുറകെ ഇരുന്നു എടുത്തോളാം. ചെറിയ കുഴികൾ സാരമില്ല, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കുലുങ്ങി അങ്ങ് പോയാൽ മതി. നടുവിൻ്റെ കാര്യം ഏതാണ് തീരുമാനത്തിലാവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇത് ചെറിയ കുഴികളാണ്, കുഴപ്പമില്ല. കുഴിയുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് പിന്നെ റോഡില്ല, നടുക്ക് മാത്രമേ ഉള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങ് പോയാൽ മതി. ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരില്ലേ എന്ന് പ്രാർത്ഥിച്ച സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിലൊരു ചേട്ടൻ പറഞ്ഞു, മേടിക്കണ്ട മോളെ, ഈ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പണിയാവും, റോഡൊക്കെ അങ്ങ് ശരിയാക്കും, പണി തുടങ്ങും, പേടിക്കേണ്ട, എല്ലാം സാങ്ഷനായി കിടക്കുകയെന്ന് പറഞ്ഞു. വേഗം പണി ശരിയാക്കി, റോഡ് ശരിയാക്കി നന്നാവട്ടെ. അപ്പം നമ്മുടെ ആരോഗ്യമൊക്കെ നമുക്ക് സേഫായിട്ട് നോക്കണ്ടേ. ശരിക്കും ജീപ്പാണ് വേണ്ടത്. നമുക്ക് ജീപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിലങ്ങ് പോകുന്നുള്ളതേ ഉള്ളൂ. ഓഫ് റോഡിന് ജീപ്പല്ലേ നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ.
ഓക്കെ, ബൈ ബൈ.